പെരുന്നയിലേക്ക് എത്തുന്ന കോൺഗ്രസ് നേതാക്കളുടെ വേഗത എന്തായാലും വരും ദിവസങ്ങളിലും കൂടാൻ തന്നെയാണ് സാധ്യത. കാരണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം തന്നെ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കാം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക ദൂരമില്ല. അപ്പോൾ അപകടം കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സമുദായ സംഘടനയെ ചേർത്ത് നിൽക്കുക എന്നതിൻ്റെ ആ ഒരു അടിയൊഴുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിതിൻ്റെ മറ്റു വശങ്ങൾ കൂടി നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ പരിശോധിക്കാം. അഭിലാഷ്, ഒരു 3 മിനിറ്റ്. അഭിലാഷ്, എന്തായാലും യാത്രകൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ പി ജെ കുര്യൻ പോയി, കൊടിക്കുന്നിൽ പോയി, ഇന്നിപ്പോൾ തിരുവഞ്ചൂർ ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ പെരുന്നയുടെ വാതിൽ തുറക്കുന്നുണ്ട്. പക്ഷേ സുകുമാരൻ നായർ മനസ്സ് തുറക്കുന്നുണ്ടോ? അല്ല, ഇതൊക്കെ വ്യക്തിപരമായ സന്ദർശനങ്ങളാണ് പ്രജീഷ്. ഈ പറഞ്ഞ 3 പേരും NSSുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അങ്ങനെയാണ്. പി ജെ കുര്യനും കൊടിക്കുന്നിൽ സുരേഷും പോയത് പോലെ തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോയത്. അത് കോൺഗ്രസിൻ്റെ ഒരു കോൺഗ്രസിൻ്റെ നിലപാട് അറിയിക്കാനുള്ള ഒരു ഔദ്യോഗിക ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ അല്ല പോയത്. അത് സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്, വി ഡി സതീശനും വ്യക്തമാക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ ബിഹാഫിൽ അല്ലെങ്കിൽ UDFിൻ്റെ ആഭിമുഖ്യത്തിൽ NSSനോട് ചർച്ച നടത്താൻ നിയോഗിക്കപ്പെട്ട ആളല്ല ഇദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സുകുമാരൻ നായർ അദ്ദേഹത്തെ അങ്ങനെയല്ല കാണുന്നത്. അപ്പോൾ സുകുമാരൻ നായർ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് വരാം, കാണാം, NSSുമായി ബന്ധമുള്ള ആളാണ്. എന്ന് മാത്രമല്ല നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് മത്സരിക്കുന്ന ആളാണ്. കോട്ടയത്ത് അദ്ദേഹത്തിന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് NSSുമായിട്ടുള്ള അടുത്ത ബന്ധം എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇപ്പോൾ ഈ NSS ഹെഡ്ക്വാർട്ടേഴ്സുമായി അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് ഈ ഘട്ടത്തിൽ അവിടെ പോയി കാണുക, നമ്മുടെ റാപ്പോ നിലനിർത്തുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അതൊരു ടെസ്റ്റ് ഡോസ് ആണോ, അതല്ല ഇനി ഒരു ഔദ്യോഗികമായിട്ടൊരു കൂടിക്കാഴ്ചകളോ ആരെങ്കിലും? ഇപ്പോൾ എന്താണ്, നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാലമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു പവർഫുൾ ലീഡർ, അല്ലെ ചെന്ന് കയറാവുന്ന, അല്ലെ സ്വാതന്ത്ര്യമുള്ള, അങ്ങനെയുള്ള മമതയുള്ള, അങ്ങനെയുള്ള നേതാക്കന്മാരുടെ പരിമിതിയാണോ, അതല്ല ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ? എന്തായിരിക്കാം ഇനിയുള്ളൊരു ദിവസങ്ങളിൽ? എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ചോളം നമ്മളിപ്പോൾ കാണുന്ന പോലെ ഏറ്റവും അടുപ്പക്കാർ പോയി ഇങ്ങനെ ചർച്ച നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അല്ല, അത് അങ്ങനെ ഒരു ചർച്ച നടത്താൻ, അതായത് രാഷ്ട്രീയമായി NSSുമായി ഒരു അനുനയ ചർച്ച നടത്താൻ കോൺഗ്രസോ UDFോ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ സണ്ണി ജോസഫും വി ഡി സതീശനും അടങ്ങുന്ന ഇപ്പോഴത്തെ കേരളത്തിലെ നേതൃനിര, അല്ലെങ്കിൽ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ വ്യക്തിപരമായി സന്ദർശനം നടത്താം. പക്ഷേ കോൺഗ്രസ് പാർട്ടി NSSുമായി അങ്ങനെ ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടില്ല, UDFും തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ വരുന്ന ആളുകളൊക്കെ ഒറ്റയ്ക്ക് വരുന്നതിനെ സുകുമാരൻ നായർ കോൺഗ്രസ് വരുന്നതായി കാണുന്നില്ല. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരുന്നതിനെ കോൺഗ്രസ് ചർച്ചയ്ക്ക് വരുന്നതായിട്ട് അദ്ദേഹം കാണുന്നില്ല, മറിച്ച് തിരുവഞ്ചൂർ വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഒന്ന്, അദ്ദേഹത്തിന് നേരത്തെയുള്ള NSSുമായിട്ടുള്ള ബന്ധം; 2, അദ്ദേഹത്തിൻ്റെ സ്വന്തം ടർഫിലെ NSSിൻ്റെ സ്വാധീനവും മറ്റു കാര്യങ്ങളും. NSSുമായി നല്ല ബന്ധം നിലനിർത്തുക എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി, വ്യക്തിപരമായ ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വീഡിയോയുടെ ഒരു റോളോ എങ്ങനെയായിരിക്കും? വീഡിയോയുള്ള സമീപനത്തിൻ്റെ, അല്ലെ അങ്ങനെ ഒരു തുറന്ന ഒരു ഇതുവരെയും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മുടെ ഷിനോജ് ഉൾപ്പെടെയുള്ള തേടുമ്പോഴും കാര്യമായിട്ടുള്ള ആരും ചർച്ചയ്ക്ക് വന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു താക്കോൽ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ വരേണ്ട ഒരു സാഹചര്യം കൂടി അദ്ദേഹവും കാണുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഈ കാര്യത്തിൽ വി ഡി സതീശൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കുറഞ്ഞത് ഇപ്പോഴെങ്കിലും പോകില്ല. നേരത്തെ തന്നെ NSSുമായി അടുപ്പമുള്ള നേതാക്കളുടെ പട്ടിക എടുത്താൽ അതിൽ വി ഡി സതീശൻ ഇല്ല, നമുക്ക് അറിയാവുന്നതാണ്. സുകുമാരൻ നായർക്കും അക്കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഉടനെ ഇപ്പോൾ NSSുമായിട്ടൊരു ഒരു ലൈസൻസിന് ശ്രമിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ നേതാക്കൾ നിശ്ചയമായും, കാരണം അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടവരാണല്ലോ ഇവരൊക്കെ. അപ്പോൾ അവർ വ്യക്തിപരമായി ഇനിയും ചങ്ങനാശ്ശേരിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകും. പക്ഷേ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ ഒരു സംഘം കോൺഗ്രസിന് വേണ്ടി ചർച്ചയ്ക്ക് പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായും അതാണ് കാൽക്കുലേഷൻസ്, അതാണ് വിലയിരുത്തൽ. അഭിലാഷാണ് വിലയിരുത്തൽ നടത്തി. എന്തായാലും നമ്മൾ ഈ വരും ദിവസങ്ങളിൽ കാണാം. കാരണം ഓരോ നേതാക്കന്മാരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ സൗഹൃദമായിട്ടുള്ള NSSുമായിട്ടുള്ള സൗഹൃദം, പെരുന്നയുമായിട്ടുള്ള സൗഹൃദം, അങ്ങനെ നേതാക്കന്മാരുമായിട്ട് കാലങ്ങളായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നേതാക്കന്മാർ, ജനപ്രതിനിധികളൊക്കെ തന്നെ അവർ വെവ്വേറെ കൂടിക്കാഴ്ചകളിലേക്ക് പോകുന്നത്. എന്തായാലും നമുക്കറിയാം വരും ദിവസങ്ങളിലേക്ക് എന്തായിരിക്കും ഇതിന്റെ രാഷ്ട്രീയ ചുവടുവയ്പ് എന്താണെന്ന് നമുക്ക് നേരിട്ട് നോക്കി കാണാം.